കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ വിശ്വാസികൾക്കും എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സീമമായ സ്വാഗതം. ഒറ്റപ്പെടൽ അല്ലെ, നമ്മളൊക്കെ ജീവിതത്തിൽ ഒറ്റപ്പെടാത്ത മനുഷ്യരാരും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒറ്റപ്പെടലിന്റെ വേദന അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ആ ഒരു സാഹചര്യങ്ങൾ എൻ്റെ അടുക്കൽ ഒരുപാട് കഥകളുമായിട്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. കഥകളാണല്ലോ ജ്യോത്സ്യന്റെ മുൻപിൽ സാധാരണ മിക്കവാറും ഉള്ള ആൾക്കാരൊക്കെ അഴിച്ചു വയ്ക്കുക. പല ആൾക്കാരും എന്നെ വിളിച്ചു ചോദിച്ചു, കമന്റിലൂടൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് കാണാം എന്നും അങ്ങ് ഒറ്റപ്പെടലാണല്ലോ സാറേ, എനിക്ക് രാജയോഗം ഉണ്ടെന്ന് പറയുന്നു, കേസരി യോഗം ഉണ്ടെന്ന് പറയുന്നു, എന്റെ ഗ്രഹനിലയിൽ ഏറ്റവും നന്മയുണ്ടെന്ന് പറയുന്നു, ഇതൊക്കെ ഉണ്ടായിട്ട് എന്താണ് ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകാത്തത്? ചില ആൾക്കാരാണ് കൊച്ചിലെ തൊട്ട് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത്. ഇതൊക്കെ അച്ഛനമ്മമാരിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും വീട് വിട്ടിറങ്ങുന്ന ആൾക്കാരുണ്ട്. വീട് വിട്ട് അച്ഛനും അമ്മയും പോലും തള്ളിപ്പറഞ്ഞതിന് ശേഷം വീട് വിട്ടിറങ്ങിപ്പോയി സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് ശ്രമിക്കുന്ന ആൾക്കാർ. അതുപോലെ തന്നെ അംഗീകാരം. ഒരു കുടുംബത്തിൽ ഒരു മൂത്തൊരാളാണെങ്കിൽ ചിലപ്പോ അവിടെയുള്ള അച്ഛനും അമ്മയും അംഗീകരിക്കുന്ന ഇളയാള് പറയുന്നതായിരിക്കും. അപ്പോ ആ മൂത്താളിന് എന്തുമാത്രം ദുഃഖവും പരിഭവവും മനസ്സിലുണ്ടാവും ഇല്ലേ? ആ ഒരു ഒറ്റപ്പെടല് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒറ്റപ്പെടലിന്റെ, അതുപോലെ വിവാഹം വേർപെട്ടിരിക്കുന്നത് ഒക്കെ അതിന്റെ ഒറ്റപ്പെടലിന്റെ ഒരു അനുഭവം ഉണ്ടാകാൻ സാധ്യതയുള്ള കുറെ നക്ഷത്രങ്ങളാണ് ഈ 2019. അവരൊക്കെ ഒറ്റപ്പെടൽ അനുഭവം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമ്മൾ അതിന് താഴ്ന്നു കൊടുക്കാൻ പാടില്ല. അതിന് വിജയിച്ച് മുന്നേറണം. നമ്മൾ അതിനുള്ള പരിഹാരങ്ങൾ കണ്ട് വിജയിച്ചു മുന്നേറണം. ആ ഒറ്റപ്പെടലിൽ നിന്നും നമ്മൾ ഒറ്റപ്പെട്ടു പോയി, കുറെ കടങ്ങളുണ്ട്, ഒറ്റപ്പെട്ടു പോയി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മുടെ ജീവിതം അങ്ങ് ഏവൂരിക്ക് വിട്ടേക്കാം എന്നുള്ള ചിന്താഗതി ഉണ്ട്. അത് വേണ്ട. ഒരാളും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒത്തിരി ആൾക്കാരുണ്ട് അങ്ങനെയുള്ള. ഞാൻ ഒറ്റപ്പെട്ടു പോകും, ഞാൻ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അതൊന്നും ഒരു പോംവഴിയുമല്ല നമ്മുടെ മുമ്പിൽ. ആത്മഹത്യയല്ല വേണ്ടത്. അവരുടെ മുമ്പിൽ നമ്മൾ ജീവിച്ചു കാണിക്കണം. നമ്മളിലെ അസൂയയും കുശുമ്പും ഒക്കെ മാറ്റി അവരവരുടെ കർമ്മത്തിൽ മാത്രം ഏത് ലക്ഷ്യബോധമാണ് നമുക്കുള്ളതെന്ന് അറിഞ്ഞ് ആ ലക്ഷ്യത്തിലൂടെ പോയി കഴിഞ്ഞാൽ എത്ര ഒറ്റപ്പെട്ട ആളും നിങ്ങളുടെ അടുക്കൽ വരും, സംശയമില്ലാത്ത കാര്യമാണ്. വീണ്ടും വരും. ഒരാൾ പറഞ്ഞതാണ് എൻ്റെ അടുക്കല്, കുറെ ധനമുള്ള സമയത്ത് സ്വന്തം പണയം വെച്ച് ഞാൻ അമേരിക്കയിൽ കിടക്കുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനെ സഹായിച്ചു. പക്ഷെ അവസാനം ഇദ്ദേഹത്തിന് ധനം നഷ്ടം നിൽക്കുന്ന രീതിയായപ്പോൾ, ഒരുപാട് സാമ്പത്തികമുള്ള ആളായിരുന്നു, എന്തോ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വന്ന വിഷയം കയറിക്കിടക്കാൻ പോലും അദ്ദേഹത്തിന് ഇടമുണ്ടായിട്ട് കയറ്റി കിടത്തിയില്ല. എന്റെ മക്കളോട് ചോദിക്കട്ടെ, ഭാര്യയോട് ചോദിക്കട്ടെ, ഇങ്ങനെ പറഞ്ഞു. അതാണ് ചില ആൾക്കാരുടെ അവിശ്വാസം, വിശ്വാസ വഞ്ചന കാണിക്കുക. ഒറ്റപ്പെടലിന്റെ ദുഃഖം ഒരുപാട് ആൾക്കാർ ഉള്ളിൽ അമർത്തി വെച്ചതിന് ശേഷം ചിരിച്ചും കളിച്ചും ഒക്കെ നിൽക്കുന്ന ആൾക്കാർ. നമ്മളൊക്കെ ഒറ്റപ്പെടലിന്റെ ആൾക്കാർ. അതാണ് ജഡം പോലും അവസാനം വരുമ്പോൾ നമ്മുടെ ഭാര്യ പോലും നമ്മളെ ഒറ്റപ്പെടുത്തും, നമ്മുടെ സഹോദരങ്ങൾ പോലും നമ്മളെ ഒറ്റപ്പെടുത്തും, നമ്മുടെ ബന്ധുക്കൾ പോലും നമ്മളെ ഒറ്റപ്പെടുത്തും, നമ്മുടെ സുഹൃത്തുക്കൾ പോലും ഒറ്റപ്പെടുക. ഒറ്റപ്പെടരുത്. ആ ഒരു വാക്ക് മാത്രമാണ് എനിക്ക് പറയേണ്ടത്.
അപ്പോഴും നമ്മൾ പിടിച്ചു നിൽക്കാനുള്ള കഴിവ് നമ്മൾ സ്വായത്തമാക്കിയെടുക്കണം. നമ്മൾ ആരും തോൽവിയിലേക്കല്ല മുന്നേറേണ്ടത്, വിജയത്തിലേക്കാണ് മുന്നേറേണ്ടത്. അങ്ങനെയുള്ള ഒരു നക്ഷത്രമാണ്, ഒറ്റപ്പെടാൻ സാധ്യതയുള്ള നക്ഷത്രമാണ് ഈ ഒരു വർഷം. ഈ ഒരു വർഷത്തിലെ മേടസംക്രമവശാലുള്ള ഫലത്തിലുള്ള നക്ഷത്രമാണ് അശ്വിനി നക്ഷത്രം, കാർത്തിക നക്ഷത്രം, തിരുവാതിര നക്ഷത്രം, അവിട്ടം നക്ഷത്രം, തിരുവോണം നക്ഷത്രം, മകീര നക്ഷത്രം, ചതയം നക്ഷത്രം, ഉരുട്ട നക്ഷത്രം, രേവതി നക്ഷത്രം. അപ്പൊ ഇത്രയും നക്ഷത്രക്കാരെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ സങ്കടപ്പെടാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളല്ല, അതിനെ തരണം ചെയ്തു പോകുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ആ ഒറ്റപ്പെടുന്നവരെ കുറ്റപ്പെടുത്താനല്ല നമ്മൾ നോക്കേണ്ടത്. അല്ലെ എന്റെ ഭാഗത്തു നിന്ന് ഞാൻ സംസാരിച്ചാൽ ഉടനെ അത് കുറ്റപ്പെടുത്താനല്ല നിങ്ങൾ നോക്കേണ്ടത്. അതിൽ എന്തെങ്കിലും കാമ്പുണ്ടോ, ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ, അത് നിങ്ങൾ സ്വയം ആലോചിച്ച് നോക്കുക. ഉൾക്കൊള്ളാൻ പറ്റത്തില്ലെങ്കിൽ വിട്ടുകളയാം, അല്ലെ? അതാണ് വേണ്ടി. അപ്പൊ ആ ഒറ്റപ്പെടുത്തുന്ന നക്ഷത്രങ്ങളാണ് ഈ 2010. ആ ഒറ്റപ്പെടുത്തുന്ന സമയങ്ങളിൽ നമ്മൾ ഈശ്വരനെ ആ സമയം കൊണ്ട് അവരെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ ഈശ്വരനെ ഒന്ന് വിളിച്ചു നോക്കൂ 10 മിനിറ്റ്. ഞാൻ പറഞ്ഞല്ലോ, പുരുഷ സൂക്തം ജപിക്കുക, ഐക്യമത്യ സൂക്തം ജപിക്കുക. നമ്മുടെ മനസ്സിന് പവർ ഉണ്ടാവും. നമ്മുടെ നീചത്തിൽ വരുമ്പോഴാണ് മരണത്തിലേക്കുള്ള തുല്യമായിട്ട് അവസ്ഥയൊക്കെ നമുക്ക് തോന്നിപ്പിക്കുന്നതായിട്ടുള്ള അവസ്ഥ. അത് കണ്ടകശനി ഏഴരശനി ഒക്കെ വരുമ്പോൾ അങ്ങനെ തോന്നിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ കളഞ്ഞ് നന്മയിലേക്ക് ഈശ്വരനെ വിളിച്ച് മുന്നേറണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എളിയ മനുഷ്യന്റെ ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.